ബാലി സുഗ്രീവ യുദ്ധം കാണാൻ അണ്ടല്ലൂർക്കാവ് ക്ഷേത്രാങ്കണത്തിൽ ഭക്തജന പ്രവാഹം. ഇഷ്ടദൈവങ്ങളെ കാണാനും നേർച്ചകൾ അർപ്പിക്കാനുമായി ആയിരങ്ങളാണ് അണ്ടല്ലൂർക്കാവിലേക്ക് ഒഴുകിയെത്തുന്നത്. വെള്ളിയാഴ്ച പുലരുമ്പോൾ തിരുമുടി അഴിക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവം സമാപിക്കും. കുംഭമാസത്തിലെ സൂര്യൻ തലയ്ക്കുമീതെ കത്തുമ്പോൾ ചുട്ടുപൊള്ളുന്ന മണ്ണിൽ സൂചി വീണാൽ നിലം തൊടാത്ത ജനക്കൂട്ടം. നടുവിൽ ഘോരയുദ്ധം. അസുരവാദ്യങ്ങളുടെയും കൊമ്പിന്റെയും കുഴലിന്റെയും കാതടപ്പിക്കുന്ന ശബ്ദഘോഷങ്ങൾക്കും ആർപ്പുവിളികൾക്കുമിടയിൽ അംഗം മുറുകി. ഭക്തജനങ്ങൾ എല്ലാം മറന്നു. അധർമ്മത്തിനെതിരെയുള്ള ഇതിഹാസ യുദ്ധത്തിൽ മെയ് അഭ്യാസത്തിന്റെയും കായികമുറകളുടെയും മായിക കാഴ്ചകൾ സമ്മാനിച്ച് സുഗ്രീവനും ബാലിയും അണ്ടല്ലൂർ ക്ഷേത്രാങ്കണത്തെ യുദ്ധക്കളമാക്കി മാറ്റി. താക്കോൽ, ചുരിക, ദണ്ട്, തെങ്ങിൻകുല, വില്ല് എന്നിവ ഉപയോഗിച്ചുള്ള ആട്ടങ്ങൾക്ക് അർത്ഥതലങ്ങൾ ഏറെയാണ്. ഇഷ്ടദൈവങ്ങളെ കാണാനും നേർച്ചകൾ അർപ്പിക്കാനും അണ്ടല്ലൂർക്കാവിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. രാവണൻ ഉൾപ്പെടെയുള്ള അസുരന്മാരെ നിഗ്രഹിച്ച് സീതാദേവിയെ വീണ്ടെടുത്ത് മേലേക്കാവിലേക്ക് തിരിച്ചെഴുന്നള്ളത്തോടെ ഒരു ദിവസത്തെ ഉത്സവത്തിന് സമാപനമാവും. ബുധൻ, വ്യാഴം ദിവസങ്ങളിലും കെട്ടിയാടും. വെള്ളിയാഴ്ച പുലരുമ്പോൾ തിരുമുടി അഴിക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.